എല്ലാ മേഖലകളിലും വനിതകൾ കഴിവ് തെളിയിക്കുന്ന കാലമാണിത്. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് അഗ്നിരക്ഷാ ശമന സേനയിലും കരുത്തുകാട്ടാൻ വനിതകളെത്തി. 82 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 13 പേർ കോഴിക്കോട് മീഞ്ചന്ത അഗ്നിരക്ഷാ സേനയുടെ ഭാഗമാണ്. ഇനി 101ലേക്ക് വിളിക്കുമ്പോൾ പെൺശബ്ദം കേട്ടാൽ സംശയിക്കേണ്ട. ഏത് അത്യാഹിതവും നേരിടാൻ, ആവശ്യങ്ങൾ നിറവേറ്റാൻ ശരീരവും മനസ്സും പാകപ്പെടുത്തി വിളിപ്പുറത്ത് അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. 82 വനിതകളാണ് സംസ്ഥാനത്ത് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 13 പേർ മീഞ്ചന്ത ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിയമനം നേടിക്കഴിഞ്ഞു. ജോലിയെക്കുറിച്ച്, ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഈ പെൺപുലികൾക്ക് ഏറെക്കുറെ പറയാനുണ്ട്. ഇങ്ങനൊരു സർവീസിൽ ആദ്യമായിട്ട് വുമൺ വരുന്ന സമയത്ത് അതിലൊരു പങ്കാളിത്തം ഉറപ്പിക്കാൻ പറ്റിയതിൽ വളരെയധികം അഭിമാനവും സന്തോഷമുണ്ട്. വീട്ടുകാരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. അതേമാതിരി ട്രെയിനിങ്ങിലാണെങ്കിൽ തന്നെ ഞങ്ങളെ ഇൻസ്ട്രക്ടേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. ശാരീരിക ക്ഷമതയും മനക്കരുത്തും ആവശ്യമായ ജോലിയാണ്. അതുകൊണ്ട് തന്നെ പരിശീലനവും അത്തരത്തിലായിരുന്നു. ഒരിക്കലും സ്ത്രീകളെ കൊണ്ട് ആവില്ല, സ്ത്രീകളെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പം ഞങ്ങൾ അക്കാഡമിയിലെ ട്രെയിനിങ്ങിൽ തന്നെ ചെയ്ത് ഞങ്ങൾ 82 പേരും അത് ഞങ്ങളെ കൊണ്ടും പറ്റുമെന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ്. പിന്നെ ഇപ്പം സ്റ്റേഷൻ ട്രെയിനിങ്ങിൽ എല്ലാ സ്റ്റേഷനിലും എല്ലാവരും ഒരു കോളെങ്കിലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ്, അതും എല്ലാവരും എല്ലാ ഡ്യൂട്ടിയും മെന്നിനെ പോലെ തന്നെ എല്ലാ ഡ്യൂട്ടിയും ഞങ്ങൾ 82 പേരും പല സ്റ്റേഷനിലും എടുത്തു കഴിഞ്ഞ്, ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ഇപ്പം എല്ലാവരും ഞങ്ങൾ 82 പേരും നല്ല ഫിറ്റാണ്. ഇപ്പം എന്ത് ജോലിയും FROമാരെ പോലെ തന്നെ WFROമാരും എന്തും ചെയ്യാൻ പ്രാപ്തരായി കഴിഞ്ഞിരിക്കുന്നതാണ്. പെൺപട തയ്യാറെടുത്തു കഴിഞ്ഞു. വിളിപ്പുറത്ത് കുതിച്ചെത്താൻ ചരിത്ര നിയോഗത്തിന്റെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ. സമസ്ത മേഖലകളിലും പെൺകരുത്ത് പ്രതിഭ തെളിയിക്കുകയാണ്. അഗ്നിശമന രക്ഷാസേനയിലെ ഈ പെൺപുലികളും പുതിയ തുടക്കത്തിന്റെ സാരഥികൾ തന്നെയാണ്. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.